ഹലോ ഗൈസ്, അർഷിക്കുട്ടൻ ഇന്ന് എറണാകുളത്ത് നിന്ന് വീണ്ടും കണ്ണൂരേക്ക് യാത്രയാകുവാണ് കേട്ടോ. ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. ഈ 9 മാസത്തിനിടയ്ക്ക് ഞങ്ങൾ 3 തവണയാണ് കേട്ടോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ഇത് 4th തവണയാണ്. അപ്പോൾ ഇതുവരെ അവനെ കൊണ്ട് വലിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടാണ് കേട്ടോ അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചതെന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. ട്രെയിനിൽ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് ട്രെയിനിൻ്റെ സീറ്റ് ടൈപ്പാണ് കേട്ടോ. ഒരു തവണ ഞാൻ അവനെ കൊണ്ട് പോയപ്പോൾ സെലക്ട് ചെയ്ത് ചെയർ കാർ ടൈപ്പ് സീറ്റായിരുന്നു. അപ്പോൾ നന്നായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായത്. കാരണം കിടത്താനുള്ള സൗകര്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇരിക്കാനുള്ള സൗകര്യം മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ നോർമൽ സീറ്റ് വരുന്ന ടൈപ്പ് ട്രെയിനാണ് ബുക്ക് ചെയ്തത്. ഇൻ്റർസിറ്റിക്കാണ് ബുക്ക് ചെയ്തത്. അതാകുമ്പോൾ സാധാ സീറ്റ് നമുക്കൊന്ന് അത്യാവശ്യം കിടത്തണമെങ്കിൽ കിടത്താനുള്ള സൗകര്യം നോക്കിയിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. ഇതിന് മുമ്പെല്ലാം ഒന്നെങ്കിൽ പപ്പയും മമ്മിയും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അജിൻ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഫസ്റ്റ് ടൈം പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വീട്ടിൽ പോകുന്ന പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് അവനെയും കൊണ്ട് പോകുന്നത്. നിങ്ങളിപ്പോൾ രാവിലെയാണ് പോകുന്നത് അല്ലെങ്കിൽ AC കമ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് പോകുന്നതെങ്കിൽ കുഞ്ഞിൻ്റെ തല നിർബന്ധമായിട്ടും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്പോ ടർക്കിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ജലദോഷമോ ചുമ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നോർമലി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങളുണ്ടല്ലോ, ഡയപ്പർ, ഒരു മാറ്റിയെടുക്കാനൊരു ഡ്രസ്സ്, പിന്നെ ഒരു ഡ്രൈ ഷീറ്റ്, കുറച്ച് മീൻസ് വൈപ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കുക. പിന്നെ ടോയ്സ് എന്തെങ്കിലും, കാരണം കുറച്ച് ബോറടിക്കും മടുക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് കളിക്കാൻ പറ്റിയ എന്തെങ്കിലും 2-3 സാധനങ്ങൾ അതും എടുത്ത് വെക്കുക. പിന്നെ ഞാൻ എക്സ്ട്രാ എടുത്ത് വെച്ചത് പസിഫയറാണ്. കാരണം അവൻ ചില സമയത്ത് കുറച്ച് പസിഫയർ വെച്ച് കുറച്ച് സമയം കൂടെ കാമായിട്ട് കിടക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പസിഫയർ എടുത്ത് വെച്ചിരുന്നു. ട്രെയിനിൽ കയറി ഏകദേശം ഒരു അരമണിക്കൂർ കളിച്ചതിന് ശേഷം അർഷിക്കുട്ടൻ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 3/4 മണിക്കൂറൊക്കെ ഉറങ്ങിയുള്ളൂ. പിന്നെ ആശാൻ കണ്ണ് തുറന്നു. പിന്നെ അങ്ങ് കോഴിക്കോടൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ വീണ്ടും രണ്ടാമത് ഉറങ്ങുന്നത്. അതുവരെ അവൻ തിരിഞ്ഞും മറിഞ്ഞും കളിച്ചൊക്കെ കിടക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ അവന് ഫുഡും കൊടുത്തിരുന്നു കേട്ടോ. കുഞ്ഞിന് ഫോർമുലയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഫ്ലാസ്കിൽ ചൂടുവെള്ളം കൂടെ കൈ കരുതണം. ഞാൻ ഫോർമുല എടുക്കാൻ മറന്നുപോയി. ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ച ശേഷം ഫോർമുല എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ എക്സ്ട്രാ അവൻ എടുത്തിരുന്നത് പുഴുങ്ങിയ ഏത്തപ്പഴമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഏകദേശം തൃശ്ശൂരൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് കൊടുത്തു. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടുതൽ അവന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫീഡിംഗ് ബോട്ടിലിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിരുന്നു. എൻ്റെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 6 മണിക്കൂർ എടുത്തോട്ടോ കണ്ണൂരത്ത്. അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു തവണ ഡയപ്പർ മാറ്റിയിരുന്നു. അപ്പോൾ ഈ മാറ്റുന്ന ഡയപ്പർ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറൊരു പ്ലാസ്റ്റിക് കവർ എടുത്ത് വെച്ചു. അപ്പോൾ എപ്പോഴും 2-3 പ്ലാസ്റ്റിക് കവർ കയ്യിൽ എക്സ്ട്രാ കരുതണം. ഈ ഡയപ്പറും അതുപോലെ തന്നെ ചിലപ്പോൾ ഫുഡിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുകയോ വല്ലതും ചെയ്താൽ ഡ്രസ്സിൽ വീണാൽ അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി 2-3 പ്ലാസ്റ്റിക് കവേഴ്സ് എപ്പോഴും കയ്യിൽ വെക്കണം. ഒരു ദിവസം 1.5 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ലോങ് ട്രിപ്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സോളിഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ബേബീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സും അതുപോലെ തന്നെ സെറിലാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതാം. അത്യാവശ്യം ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെയാണ് നിബ്ലറിലിട്ട് കൊടുത്താൽ കുഞ്ഞുങ്ങൾ അത് മെല്ലെ വായിൽ വെച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. അവർക്കൊരു എൻ്റർടൈൻമെൻറ്റും ആകും, അത്യാവശ്യം വിശപ്പും ദാഹമൊക്കെ മാറുകയും ചെയ്യും. അർഷിക്കുട്ടിന് ഞാനാണെങ്കിൽ പഴം ഫീഡ് ചെയ്തു. അതുപോലെ തന്നെ ഒരു 3 വട്ടം ബ്രസ്റ്റ് മിൽക്കും കൊടുത്തിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ കണ്ണൂരെത്തി. അതുകൊണ്ട് പിന്നെ വേറെ ഫുഡൊന്നും കയ്യിൽ കരുതേണ്ട വന്നിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.